പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കണ്ണപ്പ എന്ന സിനിമ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കാത്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ടീസറും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ഭക്തചിത്രം തന്നെയാണ് ഈ ചിത്രം എന്ന് ഏകദേശം ഉറപ്പായിരുന്നു. അത് ഇവിടെ നിന്ന് വിറ്റ് പോകാൻ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. എൻ്റെ റിവ്യൂ പ്രകാരം എനിക്ക് സാമാന്യം വലിയ കുഴപ്പമില്ലാതെ ചിത്രം ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പുരാണ കഥകളുടെയൊക്കെ ഒരു ആരാധകനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടു ഈ ചിത്രം. എന്നാലും കേരളത്തിൽ ഒരു തികഞ്ഞ പരാജയ ചിത്രമായിട്ട് ഇത് മാറുകയും ചെയ്യും. അപ്പം കണ്ണപ്പ തികഞ്ഞ പരാജയമായിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോഴും പല ചിത്രങ്ങളും ഇവിടെ റിലീഫിങ്ങിന് പോലും എടുക്കാതെ വന്ന ചിത്രങ്ങളുണ്ട്. അത് നമുക്ക് വഴിയേ പറയാം. മമ്മൂട്ടി ചിത്രങ്ങൾ തന്നെ ഇവിടെ റിലീഫിങ് പോലും എടുക്കാതിരുന്ന ചരിത്രമുണ്ട്. അതുപോലെ മമ്മൂട്ടി മുഖ്യ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച എന്താ പറയുന്നത് ഏഷ്യൻ്റെ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അവസ്ഥയും നമുക്ക് പരിശോധിക്കാം. അതിനു മുന്നോടിയായിട്ട് കണ്ണപ്പ എന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് ഏകദേശം 40 കോടിക്ക് മുകളിലാണ് ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നത്. മികച്ച ഒരു കളക്ഷൻ തന്നെ എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ മുടക്കുമുതൽ ഇച്ചിരി വലുതാണ്. 100 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ മുടക്കുമുതൽ. പ്രവാഫ്, മോഹൻലാൽ, അക്ഷയകുമാർ ഈ ഇത്രയും ലെജൻഡിനെ ഒന്നിച്ച് കിട്ടിയിട്ട് എങ്ങനെ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ എൻ്റെ സംവിധായകർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഏത് ഹൈപ്പിൽ വേണമെങ്കിലും പോകാൻ പറ്റിയൊരു ചിത്രമായിരുന്നു. പക്ഷേ അതൊരു മികച്ച കളക്ഷനിൽ എത്തിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞില്ല. പക്ഷേ വിഷ്ണു മഞ്ജു എന്ന് പറയുന്ന നായകനെ സംബന്ധിച്ചും വിഷ്ണു മഞ്ജുവിൻ്റെ കുടുംബത്തിനെയൊക്കെ സംബന്ധിച്ചും അവരുടെ കുടുംബത്തിൽ നിന്നിറങ്ങി ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ചിത്രമാണ് ഈ കണ്ണപ്പ എന്ന ചിത്രം. അതുപോലെ വിഷ്ണു മഞ്ജുവിൻ്റെ എല്ലാ ചിത്രങ്ങളും കൂടെ കൂട്ടി നോക്കിയാലും ഇത്രയും വലിയ കളക്ഷൻ കിട്ടിയ ഒരു ചിത്രം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അവരുടെ കാശ് കുറച്ച് പോയെങ്കിലും അവരുടെ സാമ്പത്തികമായിട്ടല്ല, വിഷ്ണു മഞ്ജു എന്ന് പറയുന്ന നായകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മികച്ചൊരു ചിത്രം തന്നെയായി ഈ ചിത്രം മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വേറൊരു വസ്തുതയാണ്. ഇനി കാശ് നഷ്ടപ്പെട്ടു പോയോ എന്നറിയണമെങ്കിൽ ഇതിൻ്റെ ബിസിനസ്, പുറത്ത് നടക്കുന്ന ബിസിനസ്, ഇപ്പം തിയേറ്ററിൽ നിന്നുള്ള ബിസിനസ് ആണല്ലോ ഇപ്പം സിനിമയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പുറത്ത് നടക്കുന്ന ബിസിനസ് എന്താണെന്നറിയാൻ വേണ്ടി നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇതിൻ്റെ ഹിന്ദി സാറ്റലൈറ്റ് അവകാശം വിറ്റുപോയിരിക്കുന്നത് 20 കോടി രൂപയ്ക്കാണ്. തിയേറ്ററിൽ നിന്ന് 6 ദിനം കൊണ്ട് 40 കോടി കളക്ട് ചെയ്ത ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് ഹിന്ദി വെർഷൻ്റെ സാറ്റലൈറ്റ് വിറ്റുപോയിരിക്കുന്നത് 20 കോടി രൂപയ്ക്കാണ് എന്നാണ് അറിയാൻ പറ്റുന്നത്. അത് തെലുങ്കിലെ തന്നെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അല്ലാതെ ഞാനായിട്ട് സൃഷ്ടിച്ച സാധനമല്ല എന്ന് പ്രിയപ്പെട്ട മോഹൻലാൽ വിമർശകരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം 20 കോടി രൂപയാണ് ഇനിയും ഓരോ ഭാഷയിലെയും സാറ്റലൈറ്റ് വിറ്റ് പോകാൻ ഇനിയും കിടക്കുന്നു. അതുപോലെ OTT വമ്പൻ തുകയ്ക്ക് OTT വിറ്റ് പോകും എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഏകദേശം ഇതിൻ്റെ പുറത്തെ ബിസിനസ് എനിക്ക് തോന്നുന്നു ഒരു 100 കോടി രൂപയ്ക്ക് മുകളിലുള്ള ബിസിനസ് നടക്കാനുള്ള സാധ്യത തെലുങ്ക് ദിനപത്രങ്ങൾ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ പുറത്തെ ബിസിനസ് കൊണ്ട് തന്നെ ഈ ചിത്രം ഒരു വിജയ ചിത്രമായി മാറും എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇത് എൻ്റെ തലയിലോട്ട് വെക്കരുത്, ഞാനല്ല, അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഏതായാലും അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി കണ്ണപ്പയെ, ഇത് മലങ്കൾട്ടാണ്. ഇത് ലാലേട്ടൻ 5 മിനിറ്റ് അവതരിപ്പിച്ചപ്പോഴത്തേന് ഇത് കുളമായി എന്ന് പറയുന്ന ലാലേട്ടൻ്റെ വിമർശകരുണ്ട്. 3-4 മണിക്കൂറുള്ള ഒരു ചിത്രത്തിൽ ലാലേട്ടൻ 5 മിനിറ്റ് അവതരിപ്പിച്ചപ്പം അത് ലാലേട്ടൻ്റെ ചിത്രമായിട്ട് ക്രെഡിറ്റ് വെക്കുന്ന പ്രമുഖ നടൻ്റെ ഫാൻസുകാരുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പ്രമുഖ നടൻ അതൊന്നും അറിയുന്നില്ല. പക്ഷേ പുള്ളിയുടെ ഫാൻസുകാരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അതിനിടയിലാണ് ഈ മോഹൻലാലിൻ്റെ ഈ ചിത്രം കണ്ണപ്പ എന്ന ചിത്രം കിട്ടുന്നത്. പിന്നെ അതിൽ പിടിച്ചങ്ങ് കയറി എന്നേ ഉള്ളൂ. അവരുടെ വിഷമം കൊണ്ടാണ്, അവരെ ഒന്നും പറയാനില്ല. ഏതായാലും അവരോട് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു ചിത്രം തെലുങ്കിൽ ഇറങ്ങിയായിരുന്നു. ആ തെലുങ്ക് ചിത്രത്തിൻ്റെ പേര് ഏജൻ്റ് എന്നായിരുന്നു. അത് കേരളത്തിൽ കളക്ട് ചെയ്ത തുക കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടിക്കരഞ്ഞു പോവും.
ഏകദേശം 55 ലക്ഷം രൂപ മാത്രമായിരുന്നു ഈ ചിത്രം നേടിയത്. ആ സ്ഥാനത്താണ് കണ്ണപ്പ എന്ന ചിത്രം ആദ്യ ദിനം തന്നെ 32 ലക്ഷം രൂപ നേടിയത്. മമ്മൂട്ടിയെ സംബന്ധിച്ച് ഒരു മുഴുനീള കഥാപാത്രമാണെങ്കിലും മോഹൻലാലിനെ സംബന്ധിച്ച് 5 മിനിറ്റുള്ള ഒരു കഥാപാത്രമാണ് എന്നുള്ളത് ഓർക്കണം. അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ മുഴുനീള ചിത്രത്തിന് സമാനമാണ് മോഹൻലാലിൻ്റെ 5 മിനിറ്റ് കഥാപാത്രം എന്നുള്ളതും ഓർത്താൽ നല്ലത്. ചുമ്മാ എന്നെക്കൊണ്ട് പറയിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. യാത്ര എന്ന് മമ്മൂട്ടിയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, 2ാം ഭാഗം. അതിനകത്ത് ചെറിയ റോളാണ് മമ്മൂട്ടി ചെയ്തത്. ഈ ചിത്രം കേരളത്തിൽ റിലീഫായില്ല. കാരണം എന്താണെന്നറിയാം? ഈ ചിത്രം റിലീഫ് ചെയ്യാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ആ നടൻ്റെ, ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ എനിക്ക് ബഹുമാനമാണ്, മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ എനിക്ക് ബഹുമാനമാണ്. പക്ഷേ ഇവരുടെ ആരാധകർ ഒരു വല്ലാത്ത അവസ്ഥയാണ്. എന്നിട്ടാണ് ആ നടൻ്റെ ആരാധകരെന്ന് പറയുന്ന ഇവിടെ വന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്താ പറയുക, നമ്മളെ കളിയാക്കാൻ വരുന്നത്. ആദ്യമേ സ്വന്തം കാര്യം നോക്ക്, അതിന് ശേഷം മറ്റുള്ളവരുടെ കാര്യം നോക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.